5 meters. 5 meters. The soft capture ring, that initial contact between Dragon Grace and the International Space Station continuing to retract. And we'll ബഹിരാകാശ ചരിത്രം എഴുതാൻ ഇന്ത്യ. ആക്സിയം 4 ഡോക്കിംഗ് വിജയകരം. ദൗത്യ നിർണായക ഘട്ടത്തിൽ ഇന്ത്യൻ യാത്രികൻ ശുഭാം ശുക്ലയും സംഘവും ഉടൻ ബഹിരാകാശ നിലയത്തിൽ പ്രവേശിക്കും. മഞ്ഞുമ്മൽ ബോയ്സ് സാമ്പത്തിക തട്ടിപ്പു കേസിൽ നിർമ്മാതാക്കൾക്ക് മുൻകൂർ ജാമ്യം. സൗബിൻ ഷാഹിർ, ബാബു ഷാബിർ എന്നിവർക്ക് ജാമ്യം അനുവദിച്ചത് ഹൈക്കോടതി. സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് 3 പേരുടെ ചുരുക്കപ്പട്ടികയായി നിതിൻ അഗർവാൾ, റവഡ ചന്ദ്രശേഖർ, യോഗേഷ് ഗുപ്ത എന്നിവർ പട്ടികയിൽ. MR അജിത് കുമാറിനെ പരിഗണിക്കണമെന്ന സർക്കാർ ആവശ്യം തള്ളി. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്നു. ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ റെഡ് അലർട്ട്. 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. കണ്ണൂർ ആറളത്ത് ഇടിമിന്നലേറ്റ കള്ളുചെത്ത് തൊഴിലാളി മരിച്ചു. മലപ്പുറം സ്വപ്നക്കുണ്ട വെള്ളച്ചാട്ടത്തിൽ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. തിരുവനന്തപുരം പുതുക്കുറിച്ചിയിൽ വള്ളം മറിഞ്ഞ മത്സ്യത്തൊഴിലാളിയെ കാണാതായി. തൃശൂർ ചാലക്കുടിയിൽ താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിലും മൂവാറ്റുപുഴയിൽ 8 വീടുകളിലും വെള്ളം കയറി. വയനാട് കല്ലൂർ പുഴ കരകവി. തൃശൂരിൽ കുഴിയിൽ വീഴാതിരിക്കാൻ സ്കൂട്ടർ വെട്ടിച്ചു മാറിയ യുവാവിന് ദാരുണാന്ത്യം. റോഡിൽ വീണ യുവാവിന്റെ ദേഹത്തുകൂടി ബസ് കയറിയിറങ്ങി. മരിച്ചത് പൂങ്കുന്നം സ്വദേശി വിഷ്ണുദത്ത്. അമ്മ പത്മിനി പരിക്കുകളോടെ ചികിത്സയിൽ. അപകട സ്ഥലത്ത് കോൺഗ്രസ് BJP പ്രതിഷേധം. റോഡിലെ കുഴി അടയ്ക്കാത്തത് കോർപ്പറേഷന്റെ അനാസ്ഥയെന്ന കൗൺസിലർമാർ. പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കി പോലീസ്. ചുരുളി സിനിമാ വിവാദത്തിൽ സംവിധായകനെതിരെ വിമർശനവുമായി നടൻ ജോജു ജോർജ്. ഫെസ്റ്റിവലുകളിൽ മാത്രമേ പ്രദർശിപ്പിക്കൂവെന്ന് പറഞ്ഞ തെറിഭാഗം തിയേറ്ററുകളിലും പ്രദർശിപ്പിച്ചു. സിനിമയുടെ കരാർ പുറത്തുവിടണമെന്ന് സംവിധായകനെ വെല്ലുവിളിച്ച് ജോജു ജോർജ്. നിലമ്പൂർ തോൽവിയുടെ പശ്ചാത്തലത്തിൽ തിരുത്തേണ്ടത് തിരുത്തുമെന്ന CPIM സംസ്ഥാന സെക്രട്ടറി. വർഗീയത തീവ്രശക്തികളുമായി കൂട്ടുകെട്ടുണ്ടാക്കിയാണ് UDF ജയിച്ചതെന്ന ദേശാഭിമാനി ലേഖനത്തിൽ MV ഗോവിന്ദൻ മാസ്റ്റർ. പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ജയിച്ചത് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് നേടി. ഇടതുപക്ഷത്തിന്റെ അടിത്തറയ്ക്ക് ഒരു കോട്ടവും ഉണ്ടായിട്ടില്ലെന്ന് വിശദീകരണം. നിലമ്പൂരിൽ വോട്ട് ചോർച്ച ഉണ്ടായത് UDFനെന്നും CPIM സംസ്ഥാന സെക്രട്ടറി. PV അൻവറിന്റെ UDF പ്രവേശനത്തിൽ UDFൽ ഭിന്നത തുടരുന്നു. ഉപതെരഞ്ഞെടുപ്പിൽ PV അൻവർ ഫാക്ടർ ആയിരുന്നു എന്നത് വസ്തുതാപരമായ കാര്യമെന്ന ET മുഹമ്മദ് ബഷീർ MP. അൻവറിന് മുന്നിൽ UDF വാതിൽ അടച്ചു കഴിഞ്ഞെന്ന VD സതീശൻ. അൻവർ UDFനൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് ഉറപ്പില്ലെന്ന കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ. SDPI സ്ഥാപക ദിനത്തിൽ വിവാദത്തിലായ ആന്റോ ആന്റണി MP. യുടെ ഓഫീസിലെത്തി മധുരം നൽകി SDPI നേതാക്കൾ. SDPIയുടെ കയ്യിൽ നിന്ന് ഇനിയും മധുരം വാങ്ങുമെന്ന MP യുടെ പ്രതികരണം. റീലാക്കിയ ദൃശ്യങ്ങൾ പുറത്ത്. ും